ഹായ് ഹലോ വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസ്. ഞാൻ ലിയ. അപ്പോൾ നമ്മുടെ കേട്ടറ്റ് എക്സാം കഴിഞ്ഞു. പരീക്ഷാ ഭവൻ്റെ ഒരു പ്രൊവിഷണൽ ആൻസർ കീ വന്നു. അത് വെച്ച് നമ്മുടെ ഉത്തരങ്ങളും നമ്മൾ കമ്പയർ ചെയ്തു. അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് സന്തോഷമുള്ള കാര്യം കിട്ടിയിട്ടുണ്ടാവും. എന്താണ്? പരീക്ഷാ ഭവൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ച് നമുക്ക് പാസ്സാവാനായിട്ടുള്ള മാർക്ക് ഉണ്ട്. പക്ഷേ ചില ആളുകൾക്ക് വിചാരിച്ച അത്രയ്ക്ക് അങ്ങോട്ട് പെർഫോം ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടാവില്ല. അവർക്ക് ക്വാളിഫൈ ചെയ്യേണ്ട മാർക്കിനേക്കാൾ ചിലപ്പോൾ കുറച്ച് കുറവായിരിക്കും സ്കോർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക? ഇനി വിഷമിച്ചിരിക്കേണ്ട സമയമൊന്നുമല്ല. അടുത്ത കേട്ടറ്റ് എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നിങ്ങൾ നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം. പരീക്ഷ ഭവൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കരുത്. കൃത്യമായിട്ട് അടുത്ത കേട്ടറ്റ് എക്സാമിൻ്റെ സൈക്കിളിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻസ് നിങ്ങൾ ഇപ്പോൾ മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താണ്, സമയമുണ്ട് അല്ലേ? പഠിച്ചു തീർക്കാനായിട്ടുള്ള സമയമുണ്ട്. കൃത്യമായിട്ടുള്ള ഈ ഒരു സമയം നിങ്ങൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇനി വരുന്ന കേട്ടറ്റ് പുഷ്പം പോലെ പാസ്സാവാനായിട്ട് പറ്റും. ഇനി അതിനോടൊപ്പം തന്നെ HSAക്ക് പ്രിപ്പറേഷൻസ് നടത്തുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പോൾ കേട്ടറ്റിനാണെങ്കിലും HSAക്കൊക്കെ ആണെങ്കിലും ടീച്ചിങ് എക്സാംസിന് സൈക്കോളജി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ സ്ഥിരമായിട്ട് ടീച്ചിങ് എക്സാംസിന് ചോദിക്കുന്ന സൈക്കോളജിയിലെ ഒരു പോർഷനാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ടിരിക്കുക. ഈ ഒരു സെഷൻ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ധാരണ കിട്ടും. സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ്, പക്ഷേ ചില സമയത്ത് നമുക്ക് കുറച്ച് കൺഫ്യൂഷൻസ് വരുന്ന ഒരു ഏരിയയാണ് ലേണിംഗ് കർവ്, അതല്ലെങ്കിൽ പഠന വക്രം എന്ന് പറയുന്നത്. അപ്പോൾ പഠന വക്രം എന്താണ്, ഏതൊക്കെ തരത്തിലുള്ള പഠന വക്രങ്ങളുണ്ട്, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കോൺസെപ്റ്റുകളുമാണ് ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. എന്താണ് പഠന വക്രം? ആവർത്തിച്ചുള്ള പരിശീലനത്തിലൂടെ സിദ്ധിക്കുന്ന പഠന പുരോഗതിയെ ചിത്രീകരിക്കുന്ന രീതിയാണ് പഠന വക്രം എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറഞ്ഞത്? ഒരു കാര്യം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഉള്ള അല്ലെങ്കിൽ ആവർത്തിച്ച് പരിശീലിക്കുന്നതിലൂടെ സിദ്ധിക്കുന്ന ഒരു പഠന പുരോഗതി അല്ലെ, ലേണിംഗ് പ്രോഗ്രസ് ആണ് എവിടെ കാണിക്കുന്നത്? ലേണിംഗ് കർവിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു കർവ് ആയിരിക്കുമ്പോൾ എന്തുണ്ടായിരിക്കും? ഒരു എക്സ് അക്ഷം ഉണ്ടായിരിക്കും, ഒരു വൈ അക്ഷവും ഉണ്ടായിരിക്കും. അപ്പോൾ എക്സ് അക്ഷം, വൈ അക്ഷം അല്ലേ? ഒരു കർവ് ആയിരിക്കുമ്പോൾ എക്സ് അക്ഷം ഉണ്ടായിരിക്കും, വൈ അക്ഷം ഉണ്ടായിരിക്കും. അപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് ചോദ്യം വന്നിട്ടുള്ള ഒരു കാര്യമാണ്, എക്സ് അക്ഷത്തിൽ എന്താണ് രേഖപ്പെടുത്തുന്നത്, അതല്ലെങ്കിൽ വൈ അക്ഷത്തിൽ എന്താണ് രേഖപ്പെടുത്തുന്നത്? നമുക്ക് എന്താണ് ലേണിംഗ് കർവ് നമുക്ക് ചിലപ്പോൾ അറിയാം. ഇതിൽ എക്സ് അക്ഷത്തിലും വൈ അക്ഷത്തിലും നമ്മൾ എന്തൊക്കെയാണ് രേഖപ്പെടുത്തുന്നത് നോക്കാം. നമുക്ക് എക്സ് അക്ഷത്തിൽ ടൈമാണ് രേഖപ്പെടുത്തുന്നത്, സമയം. ഇനി വൈ അക്ഷത്തിൽ നമ്മൾ എന്താണ് രേഖപ്പെടുത്തുന്നത്? വൈ അക്ഷത്തിലെ എമൗണ്ട് ഓഫ് ലേണിംഗ്, നമ്മൾ എത്രമാത്രം പഠിച്ചിട്ടുണ്ട്. ഇതാണ് എവിടെ കാണിക്കുന്നത്? നമ്മുടെ വൈ അക്ഷത്തിൽ കാണിക്കുന്നത് എമൗണ്ട് ഓഫ് ലേണിംഗ്. ഓക്കെ, അപ്പോൾ എക്സ് അക്ഷത്തിൽ ടൈം കൊടുക്കുന്നു, വൈ അക്ഷത്തിൽ നമ്മൾ എത്രമാത്രം പഠിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ലേണിംഗ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവർത്തിച്ചുള്ള പരിശീലനത്തിൽ കൂടെ സിദ്ധിക്കുന്ന പഠന പുരോഗതി. ഒരു കാര്യം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ പഠിച്ചിട്ടുള്ള ആ കോൺസെപ്റ്റിനെ കുറിച്ച് നമുക്ക് നല്ല രീതിയിൽ ഓർത്തെടുക്കാൻ പറ്റുന്നു. അതേസമയം തന്നെ എനിക്ക് അടുത്ത ആഴ്ച ഒരു എക്സാം ഉണ്ട്. ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ അതിന് 8 ദിവസം മുന്നേ ഞാൻ പഠിത്തം തുടങ്ങി കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇന്ന് പഠിച്ചു. പിന്നെ ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ എടുത്തു വെച്ചു. നെക്സ്റ്റ് ഡേ ഞാൻ കുറച്ച് പോർഷൻസ് എടുത്തു, അത് പഠിച്ചു, പിന്നെ അത് എടുത്തു വെച്ചു. പിന്നെ എനിക്ക് അങ്ങോട്ട് എന്താണ്, എനിക്ക് പഠിക്കാൻ തോന്നുന്നില്ല, എനിക്ക് മടി വരുന്നു, സമയമുണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത വരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ മുന്നേ പഠിച്ച കാര്യങ്ങൾ മറന്നു പോവുകയാണ് ചെയ്യുന്നത് അല്ലേ? മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ച കാര്യങ്ങളെ കൃത്യമായ രീതിയിൽ ഓർത്തെടുക്കണം, റിപ്പീറ്റ് ചെയ്ത് അത് നമ്മൾ പഠിക്കണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് പഠിച്ച കോൺസെപ്റ്റുകൾ കൃത്യമായിട്ട് നമ്മുടെ മെമ്മറിയിൽ നിൽക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആവർത്തിച്ചുള്ള പരിശീലനത്തിൽ കൂടെ സിദ്ധിക്കുന്ന പഠന പുരോഗതിയെ ചിത്രീകരിക്കുന്ന രീതിയാണ് ലേണിംഗ് കർവ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു, നമുക്ക് പലതരത്തിലുള്ള പഠന വക്രങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട്. ഇപ്പോൾ നമ്മളൊരു ക്ലാസ് റൂമിൽ, ഇപ്പോൾ നമ്മളെല്ലാവരും എന്താണ്? ടീച്ചേഴ്സാണ്. നമ്മുടെ മുന്നിലിരിക്കുന്നത് കുട്ടികളാണ്. അപ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികളെ എല്ലാവരും ഒരുപോലെയല്ല, എല്ലാവരും എങ്ങനെയാണ്? ഡിഫറെൻ്റ് ആണ്. അവർ പഠിക്കുന്ന രീതിയുടെ കാര്യത്തിലായിക്കോട്ടെ, അതല്ലെങ്കിൽ അവരെത്രത്തോളം പഠിക്കുന്നുണ്ട്, അവരേതൊക്കെ രീതികൾ ഉപയോഗിച്ചാണ് പഠിക്കുന്നത്, ഏതൊക്കെ തന്ത്രങ്ങൾ അവർ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ തന്നെ ചില ആളുകൾക്ക് ചിലപ്പോൾ മാത്സ് ആയിരിക്കും കൂടുതൽ ഇഷ്ടം, ചില ആളുകൾക്ക് സയൻസ് ആയിരിക്കും, ചില ആളുകൾക്ക് ഹ്യൂമാനിറ്റീസ് സബ്ജക്ട്സ് ആയിരിക്കും കൂടുതൽ ഇഷ്ടം. ഇങ്ങനെ പലതരത്തിലുള്ള കുട്ടികളാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ പഠന വക്രങ്ങൾ എങ്ങനെയായിരിക്കും?
പല തരത്തിലുള്ളതായിരിക്കും അല്ലേ. എല്ലാ കുട്ടികൾക്കും ഒരുപോലെ പഠിക്കാൻ കഴിവുണ്ടെങ്കിൽ, ഒരുപോലെ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ, അങ്ങനെയുള്ള കുട്ടികളിലൊക്കെ ആണെങ്കിൽ പഠനവക്രം ഒരുപോലെ ആയിരിക്കും. പക്ഷേ നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, മനുഷ്യൻ എന്ന് പറയുന്നത് എന്താണ്? എല്ലാവരും ഡിഫറെൻ്റ് ആണ്. ആരും എന്തുപോലെയല്ല, ഒരുപോലെയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ക്ലാസ് റൂമിന് എടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ പലതരത്തിലുള്ള പഠനവക്രങ്ങൾ കാണാൻ പറ്റും. അങ്ങനെ നമുക്ക് പഠിക്കാനായിട്ട് 4 തരത്തിലുള്ള പഠനവക്രങ്ങളാണുള്ളത്. ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ കർവ്, കോൺവെക്സ് കർവ്, കോൺകേവ് കർവ്, മിക്സ്ഡ് കർവ്. ഋജുരേഖാവക്രം, ഉന്മധ്യാവക്രം, നഖമധ്യാവക്രം, സമ്മിശ്രവക്രം. ഇങ്ങനെ 4 തരത്തിലുള്ള വക്രങ്ങളെക്കുറിച്ചാണ് നമുക്ക് മെയിനായിട്ടും പഠിക്കാനുള്ളത്. ഇനി ഓരോ കർവിൻ്റെയും പ്രത്യേകതകൾ നമുക്ക് പഠിക്കണം. ഏത് തരത്തിൽപ്പെട്ട കുട്ടിക്കാണ് ഈ ഒരു ഇപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ കർവ് ആണെങ്കിൽ വരുന്നത്, അതല്ലെങ്കിൽ കോൺവെക്സ് കർവ് വരുന്നത്, അതും നമുക്ക് നോക്കണം. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആണല്ലോ. എന്താണ് ലേണിംഗ് കർവ് എന്ന് നമ്മൾ പറഞ്ഞു. റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്നതിൽ കൂടെ നമ്മുടെ പഠനത്തിൽ വരുന്ന മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ലേഖീയമായിട്ടുള്ള ഒരു ചിത്രീകരണത്തിനെയാണ് നമ്മൾ പഠനവക്രം, അതല്ലെങ്കിൽ ലേണിംഗ് കർവ് എന്ന് പറയുന്നത്. എക്സ് അക്ഷത്തിൽ നമ്മൾ ടൈമാണ് കൊടുക്കുന്നത്, വൈ അക്ഷത്തിൽ നമ്മൾ എത്രമാത്രം പഠിച്ചിട്ടുണ്ട് അതുമാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു 4 തരത്തിലുള്ള പഠനവക്രമാണ് വരുന്നത്. ഏതൊക്കെയാണ്? ഋജുരേഖാവക്രം, ഉന്മധ്യാവക്രം, നഖമധ്യാവക്രം, സമ്മിശ്രവക്രം. ഇനി നമുക്ക് ഓരോ വക്രത്തിൻ്റെയും കോൺസെപ്റ്റ്, അതായത് ഈ വക്രത്തിൻ്റെ പ്രത്യേകത എന്താണ്, ഏത് തരത്തിലുള്ള കുട്ടികളാണ് ഈ ഒരു വക്ര, അതല്ലെങ്കിൽ അതൊക്കെ തരത്തിലുള്ള കുട്ടികളാണ് ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ഋജുരേഖാവക്രമാണ്. ഋജുരേഖാവക്രം അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ കർവ്. അവിടെ സ്ട്രെയിറ്റ് ലൈൻ കർവ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്താണ് അവിടെ സൂചിപ്പിക്കുന്നത് എന്ന്, അല്ലേ. ഒരേ നിരക്കിലുള്ള പഠന പുരോഗതിയെ സൂചിപ്പിക്കുന്ന പഠനവക്രമാണ് ഋജുരേഖാവക്രം. ഒരേ നിരക്കിലുള്ള പഠന പുരോഗതി, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇവിടെ കർവിൻ്റെ ഒരു ഇമേജ് കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ടൈം ഇങ്ങനെ പോകുന്നുണ്ട്, എമൗണ്ട് ഓഫ് ലേണിങ്ങും പോകുന്നുണ്ട്. കുട്ടിയുടെ പഠന നിലവാരം എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഒരു സ്ട്രെയിറ്റ് ലൈൻ, അല്ലേ. അവിടെ കുറവോ കൂടുതലോ ഒന്നും തന്നെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. എങ്ങനെയാണ് കർവ് പോയിട്ടുള്ളത്? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് പോയിട്ടുള്ളത്. ഇനി ഏത് തരത്തിലുള്ള കുട്ടികൾക്കാണ് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ കർവ്, ഋജുരേഖാവക്രം കാണാൻ പറ്റുന്നത്? നമ്മൾ ക്ലാസ്സിൽ ബുജ്ജികൾ എന്ന് വിളിക്കുന്ന ഒരു ടീമുണ്ട്, അല്ലെങ്കിൽ പഠിപ്പികൾ എന്ന് വിളിക്കുന്ന ഒരു ടീമുണ്ട്. അവിടെയൊക്കെ ആകുമ്പോൾ അത്തരത്തിലുള്ള കുട്ടികൾ ചിലപ്പോൾ നഴ്സറി മുതൽ അവർ ക്ലാസ്സിലെ ഫസ്റ്റ് ആയിരിക്കും. 10ാം ക്ലാസ്സിലാണെങ്കിലും പ്ലസ് ടുവിലൊക്കെ ആണെങ്കിലും അവരെങ്ങനെയാണ് ക്ലാസ്സിലെ ഫസ്റ്റ് റാങ്കോട് കൂടിയിട്ടാണ് അവർ പാസ്സായി വന്നിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികളുടെ കർവാണ് സ്ട്രെയിറ്റ് ലൈൻ കർവ് എന്ന് പറയുന്നത്. അവരുടെ പഠനത്തിൽ എന്തില്ല, ഏറ്റക്കുറച്ചിലുകളോ അതല്ലെങ്കിൽ കൂടുതലോ ചില സമയത്ത് കുറവോ ഒന്നും കാണാൻ പറ്റുന്നില്ല. കുട്ടിയുടെ പഠന നിലവാരം എങ്ങനെയാണ് പോകുന്നത്? ഒരേ നിരക്കിലാണ് പോകുന്നത്. നഴ്സറിയിൽ 1ാം റാങ്ക് മേടിക്കുന്നു, 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും കുട്ടി പഠിച്ചിട്ടുള്ള എല്ലാ ക്ലാസ്സുകളിലും 1ാം റാങ്കാണ് മേടിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള കുട്ടികളുടെ കർവാണ് ഋജുരേഖാവക്രം, സ്ട്രെയിറ്റ് ലൈൻ കർവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, ഋജുരേഖാവക്രം ആരുടെയാണ്? ഒരേ നിരക്കിലുള്ള പഠന പുരോഗതിയെ സൂചിപ്പിക്കുന്ന കുട്ടികളുടേതാണ്. മെയിനായിട്ടും ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ആരായിരിക്കും? നമ്മൾ ക്ലാസ്സിൽ വിളിക്കുന്ന ബുജികൾ, അല്ലേ, ബുദ്ധിജീവികൾ അതല്ലെങ്കിൽ പഠിപ്പികൾ എന്നൊക്കെ പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. ആ കാറ്റഗറിയിൽപ്പെട്ട കുട്ടികൾക്കാണ് ഋജുരേഖാവക്രം അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ കർവ് വരുന്നത്. ഇനി രണ്ടാമത്തെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ഉന്മധ്യാവക്രം അല്ലെങ്കിൽ കോൺവെക്സ് കർവ് എന്ന് പറയും. ഇത് പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. കോൺവെക്സ് കർവ്, അതല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു പേരാണ് ഇതിൻ്റെ നെഗറ്റീവ്ലി ആക്സിലറേറ്റഡ് കർവ്. നെഗറ്റീവ്ലി ആക്സിലറേറ്റഡ് കർവ്. എന്താണ് ഈ നെഗറ്റീവ്ലി ആക്സിലറേറ്റഡ് കർവ് എന്ന് പറയുമ്പോൾ? നെഗറ്റീവ് എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇതിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. നോക്കാം നമുക്ക് എന്താണ് കോൺവെക്സ് കർവ് അല്ലെങ്കിൽ ഉന്മധ്യാവക്രം എന്ന് പറയുന്നത്. പഠനം പ്രാരംഭഘട്ടത്തിൽ ത്വരിതഗതിയിലുള്ള പുരോഗതി കാണിക്കുകയും ക്രമേണ മന്ദഗതിയാവുകയും ചെയ്യുന്നു. എന്താ പറഞ്ഞത്? തുടക്കത്തിൽ എങ്ങനെയാണ് പഠനം പോകുന്നത്? നോക്കൂ, വളരെ ഉയർന്ന നിലയിൽ പോകുന്നുണ്ട്, അല്ലേ. പക്ഷേ പിന്നീട് എങ്ങോട്ടേക്കാണ് മൂപ്പരുടെ ഇത് പോകുന്നത്?
പഠന പിന്നീട് എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഇത് പതുക്കെ പതുക്കെ ഇങ്ങനെ താഴോട്ട് വരാനുള്ള ഒരു ടെൻഡൻസിയാണ് കാണിക്കുന്നത്. അപ്പോൾ തുടക്കത്തിൽ വളരെ വേഗത്തിൽ പഠിക്കുന്ന കുട്ടി ഒരു സമയമെത്തുമ്പോൾ കുട്ടിയുടെ പഠന നിലവാരം എങ്ങോട്ടേക്ക് വരികയാണ്? താഴോട്ടേക്ക് വരുന്നു. അത്തരത്തിലുള്ള കർവുകളാണ് ഉന്മധ്യാവക്രം അല്ലെങ്കിൽ കോൺവെക്സ് കർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ഈ ഒരു വക്രം സൂചിപ്പിക്കുന്നത് എന്താണ്? നെഗറ്റീവ്ലി ആക്സിലറേറ്റഡ് കർവാണ് അല്ലെ. നെഗറ്റീവ്, അതായത് തുടക്കത്തിൽ നന്നായി പഠിക്കുന്ന കുട്ടി പിന്നീട് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുന്നില്ല? ആ അക്കാദമിക് ഇയറിലോ അതല്ലെങ്കിൽ കുട്ടിയുടെ പഠന കാലയളവിലോ കുട്ടി എന്ത് ചെയ്യുന്നില്ല? ആ പഠന നിലവാരം അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഒരവസരത്തിൽ താഴോട്ട് വരികയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു കേട്ടറ്റ് എക്സാം എഴുതി എന്ന് വിചാരിക്കാം. നമ്മൾ കേട്ടറ്റ് എക്സാം എഴുതി, നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തോ നമ്മളൊരു 2 or 3 മാർക്കിന് ആ കേട്ടറ്റ് എക്സാം നമുക്ക് പാസ്സാവാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് എന്താണ്? നമുക്കൊരു സങ്കടം വരും, നമുക്ക് ദേഷ്യം വരും, എല്ലാത്തിനോടും ഒരു എന്താ പറയുന്നത്, ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക അല്ലേ. ഞാൻ എവിടെയും സക്സസ് ആവുന്നില്ല, എന്നെക്കൊണ്ട് ഒന്നിനും പറ്റില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദേഷ്യത്തിൽ നിന്നും സങ്കടത്തിൽ നിന്നും പിന്നീട് നമുക്ക് എന്ത് കിട്ടും? ഒരു മോട്ടിവേഷൻ കിട്ടും അല്ലേ. ഈ കേട്ടറ്റ് ഇപ്പം എന്തായാലും ഇങ്ങനെ പോയി, ഇനി അടുത്ത കേട്ടറ്റിന് ഞാൻ എന്ത് ചെയ്യും? ഉറപ്പായിട്ടും പാസ്സാവും. അപ്പോൾ റിസൾട്ട് വന്ന് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നമ്മൾ വീട്ടുകാരോട് എന്താ പറയുക? ഇതിപ്പോൾ പൊക്കോട്ടെ, എനിക്ക് അറിയുണ്ടായിരുന്നില്ല എങ്ങനെയാണ് എക്സാം എഴുതേണ്ട കാര്യങ്ങളൊന്നും എനിക്ക് അറിയുണ്ടായിരുന്നില്ല. പക്ഷെ അടുത്ത എക്സാമിന് ഞാൻ എന്ത് ചെയ്യും? നല്ല രീതിയിൽ പഠിക്കും. ഞാനിനി ഒറ്റയ്ക്ക് ഇരുന്നിട്ടല്ല പഠിക്കുക, ഞാനൊരു കോഴ്സൊക്കെ ജോയിൻ ചെയ്ത് ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായിട്ട് ഞാനൊരു കോഴ്സ് എടുത്ത് പഠിക്കും. എന്നിട്ട് ഞാൻ അടുത്ത കേട്ടറ്റിന് പാസ്സാവും എന്നുള്ള രീതിയിൽ വീട്ടുകാരോട് പറയുകയും അതിനുശേഷം ഒരു കോഴ്സ് ചൂസ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ കുട്ടി എന്ത് ചെയ്യാണ്? തുടക്കത്തിൽ കോഴ്സ് എടുത്ത ആദ്യ നാളുകളിൽ കുട്ടി എന്ത് ചെയ്യും? ഈ ഫയർ ഇങ്ങനെ കിടന്ന് കത്തുന്നുണ്ട് അല്ലെ, ഉള്ളിലെ പഠിക്കണം എന്നുള്ള ഒരു ത്വര ഉള്ളിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുട്ടി എന്ത് ചെയ്യാണ്? നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ല, അതൊന്നും കാര്യമില്ല, എന്തായാലും അടുത്ത കേട്ടറ്റ് എക്സാമിന് എനിക്ക് പാസ്സാവണം. ഞാൻ എന്ത് ചെയ്യാണ്? അതായത് കഴിഞ്ഞ എക്സാം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഞാൻ പുതിയൊരു എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ആദ്യ നാളുകളിൽ ഞാൻ നല്ല രീതിയിൽ പഠിക്കും അല്ലേ. ഞാൻ ലൈവ് ക്ലാസ്സുകൾ കാണും, റെക്കോർഡഡ് ക്ലാസ്സുകൾ കാണും, അതിനനുസരിച്ചുള്ള PYQ ഡിസ്കസ് ചെയ്യും, പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ലപോലെ ഞാൻ ചെയ്യും. പക്ഷേ ഈ ഒരു ത്വര, ഈ ഒരു തീ നമുക്ക് എപ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ? ആദ്യത്തെ കുറച്ച് നാളുകളിലേ ഉണ്ടാവുള്ളൂ. പതുക്കെ പതുക്കെ നമ്മുടെ ആ ഒരു തീ എന്ത് ചെയ്യാണ്? അണഞ്ഞു പോവുകയാണ് ചെയ്യുക അല്ലേ. അയ്യോ, ഞാൻ എന്തിനാ ഇതിപ്പോൾ തന്നെ പഠിച്ചു വെക്കണേ? പരീക്ഷ ഭവൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, എക്സാമിനെ കുറിച്ച് യാതൊരു ഐഡിയയും വന്നിട്ടില്ല, ഞാൻ ഇത്രയും നേരത്തെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഞാൻ മറന്നു പോവില്ലേ? എക്സാമിന് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഞാൻ പിന്നെയും പഠിക്കണ്ടേ? അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്താൽ മതി? കുറച്ച് പതുക്കെ പഠിച്ചു പോയാൽ മതി. ഇത്തരം സ്പീഡൊന്നും എന്തിനാവശ്യമില്ല? എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ വേണ്ട എന്നൊരു തീരുമാനം നമ്മൾ എടുക്കണം. അപ്പോൾ നമ്മുടെ പഠന നിലവാരം എങ്ങോട്ടേക്കാണ് പോകുന്നത്? താഴത്തോട്ടാണ് വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികളുടെ കർവാണ് ഉന്മധ്യാവക്രം, അതല്ലെങ്കിൽ കോൺവെക്സ് കർവ് എന്ന് പറയുന്നത്. ഇനി ഇതും അല്ലെങ്കിൽ ചില കുട്ടികൾ എന്താണ്? 10ാം ക്ലാസ്സിൽ ഫുൾ A+ ഒക്കെ മേടിച്ചു. ഫുൾ A+ മേടിച്ചിട്ട് ഈ കുട്ടി എന്ത് ചെയ്യാണ്? ഒരു ഗവൺമെൻറ് സ്കൂളിലേക്ക് വരുന്നു. വന്നിട്ട് ആദ്യ നാളുകളിലൊക്കെ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്. പുതിയ ക്ലാസ്സാണ്, പുതിയ ഫ്രണ്ട്സാണ്, പുതിയ സ്കൂളാണ്, അതൊക്കെ ഓർത്തിട്ട് കുട്ടി നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്. നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കുട്ടി എന്ത് ചെയ്യുന്നത്? പുതിയ ഒരു ഗാങ്ങിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പോൾ ഈ ഗാങ് എന്ന് പറയുമ്പോൾ കുറച്ച് ഉഴപ്പി നടക്കുന്ന ഒരു ഗാങ് ആണ്. അപ്പോൾ ആ ഗാങ്ങിൻ്റെ ചില പ്രത്യേകതകൾ മൂപ്പരെടുക്കുന്നു. ക്ലാസ്സിൽ കയറാതെ ആവുന്നു, പഠിക്കാതെ വരുന്നു, ഹോംവർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ തുടക്കത്തിൽ നന്നായി പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ്. ഒരു സമയത്ത് എന്താണ്? ഈ കൂട്ടുകാരുടെ കൂടെയൊക്കെ കൂടിയിട്ട് ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ച് കുട്ടിയുടെ പഠന നിലവാരം എങ്ങോട്ടേക്ക് വന്നു? താഴത്തോട്ട് വന്നു. അപ്പോൾ ഒരു ലേണറിനെ സംബന്ധിച്ചിടത്തോളം, ഒരു പഠിതാവിനെ സംബന്ധിച്ചിടത്തോളം അത് എന്താണ്? ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. അവരുടെ പഠന നിലവാരം എങ്ങോട്ടേക്ക് പിന്നെ വരുള്ളൂ? താഴത്തോട്ടാണ് വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികളുടെ കർവാണ് ഉന്മധ്യാവക്രം അല്ലെങ്കിൽ നെഗറ്റീവ്ലി ആക്സിലറേറ്റഡ് കർവ് എന്ന് പറയുന്നത്. തുടക്കത്തിലെ പഠന പുരോഗതിയും പിന്നീട് പഠന പുരോഗതി താഴത്തോട്ടും വരുന്ന ഒരവസ്ഥ. മൂന്നാമത്തെ ടൈപ്പാണ് നഖമധ്യാവക്രം അല്ലെങ്കിൽ കോൺകേവ് കർവ് എന്ന് പറയുന്നത്. കോൺകേവ് കർവ് ഇത് മറ്റൊരു പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്, പോസിറ്റീവ്ലി ആക്സിലറേറ്റഡ് കർവ്. പോസിറ്റീവ്ലി ആക്സിലറേറ്റഡ് കർവ്. നമ്മൾ നേരത്തെ കണ്ട കോൺവെക്സ് കർവ് ഏതായിരുന്നു? നെഗറ്റീവ്ലി ആക്സിലറേറ്റഡ് കർവാണ്. ഇത് പോസിറ്റീവ്ലി ആക്സിലറേറ്റഡ് കർവാണ്. അപ്പോൾ കോൺവെക്സ് കർവിൻ്റെ
നമ്മൾ പ്രത്യേകതകൾ കണ്ടു അല്ലേ? ആ പ്രത്യേകതകളുടെ നേരെ ഓപ്പോസിറ്റ് ആണ് എവിടെ വരുന്നത്? കോൺകേവ് കർവിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ആദ്യ ഘട്ടങ്ങളിൽ പഠന പുരോഗതി മന്ദമായിരിക്കുകയും ക്രമേണ വർദ്ധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ തുടക്കത്തിൽ എങ്ങനെയാണ് കുട്ടിയുടെ പഠന പുരോഗതി പോകുന്നത്? മന്ദമായിട്ടാണ്, അതായത് വളരെ സ്ലോ ആയിട്ടാണ് കുട്ടിയുടെ പഠന നിലവാരം പോകുന്നത്. പക്ഷേ ഇത് എങ്ങോട്ടേക്കാണ് പിന്നീട് പോകുന്നത്? പ്രോഗ്രസീവ് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിലേക്കാണ് പിന്നീട് ഈ മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ആ കർവ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. കണ്ടോ, എക്സ് അക്ഷത്തിൽ ടൈം കൊടുത്തിട്ടുണ്ട്, വൈ അക്ഷത്തിൽ എമൗണ്ട് ഓഫ് ലേണിങ്ങും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യ നാളുകളിൽ കുട്ടിയുടെ പഠനം എങ്ങനെയാണ്? വളരെ താഴ്ന്ന നിലയിലാണ് പോയിട്ടുള്ളത്. പിന്നീട് ഈ കുട്ടി എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്? പഠന നിലവാരം, കുട്ടിയുടെ പഠന നിലവാരം ഇതാ ഇങ്ങനെ മുകളിലോട്ട് ഉയരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം 10ാം ക്ലാസ് വരെ മലയാളം മീഡിയം പഠിച്ച ഒരു കുട്ടി, 10ാം ക്ലാസ് വരെ മലയാളം മീഡിയം പഠിച്ച കുട്ടിയാണ്, അത്യാവശ്യം നന്നായി പഠിക്കാൻ കഴിവുള്ള ഒരു കുട്ടിയാണ്. അങ്ങനെ ഈ കുട്ടീനെ നമ്മൾ എന്ത് ചെയ്യാണ്? +1 വിടുന്നു. +1 എന്താണ് നമുക്കറിയാം, എന്താണ് നമ്മൾ അവിടെ ഇംഗ്ലീഷിലാണ് കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ 10ാം ക്ലാസ് വരെ മലയാളം മീഡിയത്തിൽ പഠിച്ചൊരു കുട്ടിക്ക് പെട്ടെന്ന് ഇംഗ്ലീഷ് മീഡിയത്തിലോട്ട് കടക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? നമ്മൾ എങ്ങനെയാണ് എക്സാം എഴുതേണ്ടത്, പോയിന്റ്സ് മാത്രം എങ്ങനെയാണ് എഴുതേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഇങ്ങനെയുള്ള പേടികളൊക്കെ ആർക്കുണ്ടായിരിക്കും? ഈ +1 ഈ കുട്ടിക്ക്, പുതുതായിട്ട് ചേർന്ന ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് എത്തിയ കുട്ടിക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ആദ്യ നാളുകളിൽ കുട്ടിക്ക് അറിയില്ല എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നും എങ്ങനെയാണ് നല്ല രീതിയിൽ സ്കോർ ചെയ്യേണ്ടതെന്നും കുട്ടിക്ക് അറിയില്ല. കുട്ടിക്ക് മലയാളം പഠിച്ചേ ശീലമുള്ളൂ, ഇംഗ്ലീഷ് കുട്ടിക്ക് കുറച്ച് പാടായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ കുട്ടി എന്ത് ചെയ്യാണ്? ആദ്യത്തെ ഒരു മന്ത്ലി ടെസ്റ്റ് കഴിയുമ്പോൾ കുട്ടിയുടെ മാർക്ക് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും അല്ലേ? കുട്ടിക്ക് അറിയാൻ പാടില്ലാത്ത ചില കാര്യങ്ങളാണ്, അതും അറിയാത്ത ഒരു ലാംഗ്വേജിൽ. അപ്പോൾ ആദ്യത്തെ മന്ത്ലി ടെസ്റ്റിൽ മാർക്ക് കുറവായിരുന്നു. രണ്ടാമത്തെ മന്ത്ലി ടെസ്റ്റിൽ കുറച്ച് മാർക്ക് കൂടിയിട്ടുണ്ട്, പക്ഷെ വലിയ മാറ്റങ്ങളൊന്നുമില്ല. മൂന്നാമത്തെ ഒരു മന്ത്ലി ടെസ്റ്റൊക്കെ ആകുമ്പോഴേക്കും കുട്ടിയുടെ മാർക്കിൽ എന്ത് വരികയാണ്? നല്ല രീതിയിലുള്ള ഒരു മാറ്റം വരുന്നു. കുട്ടിക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം എന്താണ്? കുട്ടി അത്യാവശ്യം ഇംഗ്ലീഷ് ലാംഗ്വേജുമായിട്ട് സെറ്റായി വരുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എങ്ങനെയാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് എക്സാമിന് ആൻസർ ചെയ്യേണ്ടത്, ഈ വക കാര്യങ്ങളൊക്കെ കുട്ടി എന്ത് ചെയ്യാണ്? പതുക്കെ പതുക്കെ പഠിച്ചെടുത്ത് നല്ല രീതിയിൽ കുട്ടിയുടെ ലേണിംഗ് പ്രോഗ്രസ് നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികളുടെ കർവാണ് നഖമധ്യാവക്രം അല്ലെങ്കിൽ കോൺകേവ് കർവ് എന്ന് പറയുന്നത്. ചില കുട്ടികൾ എന്ത് ചെയ്യും? അപ്പോൾ പുതിയൊരു കോളേജിലേക്ക് പോയി കഴിഞ്ഞാൽ അതുവരെ എന്താണ് നമുക്കറിയാം, ഏകദേശം ഒരു 10ാം ക്ലാസ്സും അതേപോലെ തന്നെ ഒരു +2 വരെയൊക്കെ നമുക്ക് എന്താണ് സ്പൂൺ ഫീഡിങ് പോലെയുള്ള ഒരു ലേണിംഗ് ആണ് നമുക്ക് ഇന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് എക്സാം എഴുതേണ്ടത്, ഇതൊക്കെ നമുക്ക് ആര് പറഞ്ഞു തരും? നമ്മുടെ ടീച്ചേഴ്സ് നമുക്ക് പറഞ്ഞു തരും. അങ്ങനെ ഒരു കോൺവെൻറ്റ് സ്കൂളിൽ പഠിച്ച കുട്ടിയൊക്കെ ആണെങ്കിൽ ആ കുട്ടി ഒരു +2 കഴിഞ്ഞിട്ട് ഒരു ഗവൺമെൻറ് കോളേജിലോട്ടാണ് പോകുന്നതെങ്കിൽ നമുക്കറിയാം കോളേജിൻ്റെ അവസ്ഥ അല്ലേ? അവിടെ സെൽഫ് സ്റ്റഡിയാണ് കൂടുതലായിട്ടും നമ്മൾ ചെയ്യേണ്ടത്. ടീച്ചേഴ്സ് നമുക്ക് കോൺസെപ്റ്റുകൾ പറഞ്ഞു തരും, പക്ഷേ വളരെ ഡെപ്ത് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ലൈബ്രറി പോയിട്ട് ആ ഒരു കാര്യത്തെക്കുറിച്ച് വായിച്ച് മനസ്സിലാക്കി നോട്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടത് ലേണർ തന്നെയാണ്. അപ്പോൾ അതുവരെ ടീച്ചറാണ് നോട്ട്സ് കൊടുത്തിരുന്നത്, അത് പഠിക്കൽ മാത്രം ആര് ചെയ്താൽ മതിയായിരുന്നു? കുട്ടികൾ ചെയ്താൽ മതിയായിരുന്നു. അങ്ങനെ ശീലിച്ചു വന്ന ഒരു കുട്ടീനെ പെട്ടെന്ന് കോളേജിലോട്ട് വിടുമ്പോൾ ആ കുട്ടിക്ക് ചിലപ്പോൾ ആദ്യത്തിൽ എന്തുണ്ടായിരിക്കും? ബുദ്ധിമുട്ടുണ്ടായിരിക്കും. എങ്ങനെയാണ് ലൈബ്രറിയിൽ പോയിട്ട് ഈ കോൺസെപ്റ്റ് അനുസരിച്ചുള്ള ബുക്സ് സെലക്ട് ചെയ്യേണ്ടത്, ഇനി സെലക്ട് ചെയ്ത ബുക്കിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്, അത് എങ്ങനെയാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ തയ്യാറാക്കേണ്ടത്, ഇങ്ങനെയുള്ള ഡൗട്ട്സ് ഒക്കെ ആർക്ക് ഉണ്ടായിരിക്കും? ആദ്യ നാളുകളിൽ കുട്ടിക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യ നാളുകളിൽ കുട്ടിയുടെ പഠനം എങ്ങനെയായിരിക്കും? ചെറിയ രീതിയിലുള്ള പുരോഗതി മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഫസ്റ്റ് സെമസ്റ്ററിൽ നോക്കുമ്പോൾ കുട്ടിക്ക് എന്താണ്? വിചാരിച്ച അത്രയ്ക്ക് അങ്ങോട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷേ ഫസ്റ്റ് സെം എക്സാം ഒക്കെ കഴിയുമ്പോഴത്തേക്കും കുട്ടിക്ക് ഏകദേശം ബൾബ് കത്തും. എങ്ങനെയാണ് ഞാൻ എക്സാം എഴുതേണ്ടത്, മാർക്ക് അനുസരിച്ച്, ഇപ്പോൾ വെയിറ്റേജ് അനുസരിച്ച് എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ ഞാൻ അപ്പിയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഉത്തരത്തിലേക്ക് എത്തേണ്ടത്, പോയിന്റ്സ് എങ്ങനെയാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ കുട്ടിക്ക് എന്ത് ചെയ്യണം? ഒരു ഫസ്റ്റ് സെം എക്സാം കഴിയുമ്പോൾ തന്നെ കുട്ടി ആ കറക്റ്റ് ട്രാക്കിലോട്ട് വരും. അപ്പോൾ അങ്ങനെ കറക്റ്റ് ട്രാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നീട് കുട്ടിയുടെ പഠന നിലവാരം എങ്ങനെയാണ് പോകുന്നത്? പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു മാറ്റമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കർവാണ് കോൺകേവ് കർവ് അല്ലെങ്കിൽ നഖമധ്യാവക്രം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റം കുട്ടികൾ വരുന്നത് കൊണ്ട് തന്നെ ഈ കർവ് എന്ത് പേരിലും കൊണ്ട് അറിയപ്പെടുന്നുണ്ട്? പോസിറ്റീവ്ലി ആക്സിലറേറ്റഡ് കർവ് എന്ന പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ കോൺവെക്സ് കർവ് എന്തായിരുന്നു? തുടക്കത്തിലെ കുട്ടിയുടെ പഠന നിലവാരം നന്നായി പോകുന്നുണ്ട്, പിന്നീട് അങ്ങോട്ടേക്ക് താഴത്തോട്ട് വരുന്ന ഒരവസ്ഥ.
അല്ലേ? പുത്തനച്ചി പുരപ്പുറം തൂക്കും എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ നമ്മൾ എന്ത് ചെയ്യും? ഭയങ്കര എനർജറ്റിക് ആണ്, നമ്മൾ എല്ലാ ജോലികളും ചെയ്യും. പക്ഷെ പതുക്കെ പതുക്കെ നമുക്ക് അത്തരത്തിലുള്ള ഇൻട്രസ്റ്റുകളൊക്കെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു കാര്യം എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഉന്മധ്യാവക്രം ഓർക്കുക. നദമധ്യാവക്രം എങ്ങനെയാണ്? തുടക്കത്തിൽ നമുക്ക് കാര്യങ്ങളൊന്നും അറിയില്ല, അതുകൊണ്ട് തന്നെ നമ്മുടെ പഠന നിലവാരം താഴ്ന്ന രീതിയിലാണ് പോകുന്നത്. പക്ഷെ പിന്നീട് നമ്മൾ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ പഠിച്ച് നല്ല രീതിയിൽ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് നല്ല മാർക്ക് നമ്മൾ സ്കോർ ചെയ്യുന്നു. അത്തരത്തിലുള്ള കുട്ടികളുടെ കർവാണ് നദമധ്യാവക്രം. ഇനി നാലാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് സമ്മിശ്ര വക്രമാണ്. സമ്മിശ്രം അല്ലെങ്കിൽ മിക്സഡ് കർവ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്തിൻ്റെയോ മിക്സിങ് അവിടെ സംഭവിക്കുന്നുണ്ട്, അല്ലേ? മിക്സഡ് കർവിൽ എന്തിൻ്റെയോ മിക്സിങ് വന്നിട്ടുണ്ട്. ഒന്നുമില്ല, കോൺകേവിൻ്റെയും കോൺവെക്സിൻ്റെയും പ്രത്യേകതകൾ നമുക്ക് എവിടെ കാണാൻ പറ്റും? സമ്മിശ്ര വക്രത്തിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കർവ് എസ് ടൈപ്പ് കർവ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഏത് പേരിലും അറിയപ്പെടുന്നുണ്ട്? എസ് ടൈപ്പ് കർവ്. കാരണം ആ ഒരു ഇമേജ് അല്ലെങ്കിൽ കർവ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്താണ്? ഒരു എസ് പോലെയാണ് ഇത് പോയിട്ടുള്ളത്, അല്ലേ? അപ്പോൾ സാധാരണഗതിയിൽ പഠനം മന്ദഗതിയിൽ തുടങ്ങി പെട്ടെന്ന് പുരോഗമിച്ച് വീണ്ടും മന്ദഗതിയാകുന്നു. അപ്പോൾ പഠനം എങ്ങനെയാണ് ആദ്യത്തിൽ ആരംഭിക്കുന്നത്? വളരെ സ്ലോ ആയിട്ടാണ് കുട്ടിയുടെ പഠനം ആരംഭിക്കുന്നത്. പക്ഷെ പിന്നീട് അങ്ങനെ ആരംഭിച്ചിട്ട് പഠന നിലവാരം എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്? ഉയർന്ന രീതിയിൽ പോകുന്നുണ്ട്. അങ്ങനെ പോയി പിന്നെ ഉയർച്ചയല്ല കാണാൻ പറ്റുന്നത്. പിന്നെ എങ്ങോട്ടേക്കാണ് ഇത് പിന്നെയും വരുന്നത്? ഇത് പിന്നെയും താഴത്തോട്ട് വരുന്ന ഒരവസ്ഥയാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കോൺകേവിൻ്റെയും അതുപോലെ തന്നെ കോൺവെക്സിൻ്റെയും പ്രത്യേകതകൾ കാണാൻ പറ്റുന്നുണ്ട്, അല്ലേ? തുടക്കത്തിൽ കാണുന്നത് ഏതാണ്? കാണുന്നത് കോൺകേവിൻ്റെ പ്രത്യേകതയാണ്. പതുക്കെ ആരംഭിച്ച് നല്ല രീതിയിൽ മുകളിലോട്ട് എത്തുന്നു. ഇങ്ങനെ മുകളിലോട്ടെത്തി പഠന നിലവാരം നല്ല രീതിയിൽ എത്തിയിരിക്കുമ്പോൾ കുട്ടി എങ്ങോട്ടേക്ക് വരികയാണ്? താഴത്തോട്ട്, പഠന നിലവാരം താഴത്തോട്ട് വരുന്ന ഒരവസ്ഥ. കോൺകേവിൻ്റെയും കോൺവെക്സിൻ്റെയും പ്രത്യേകതകൾ നമുക്ക് സമ്മിശ്ര വക്രത്തിൽ കാണാൻ പറ്റുന്നുണ്ട്, മിക്സഡ് കർവിൽ. ഇനി എസ് ടൈപ്പ് എന്ന് ചോദിക്കുകയാണെങ്കിൽ മാറിപ്പോവരുത്, അതേതാണ്? മിക്സഡ് കർവാണ്. ഓക്കെ, ചില സമയത്ത് നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്നും ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്. കുട്ടിയുടെ പ്രത്യേകത തരും. കുട്ടിയുടെ പ്രത്യേകത തന്നിട്ട് ഈ കുട്ടിയുടെ ലേണിംഗ് കർവ് എങ്ങനെയായിരിക്കും വരുന്നത് എന്നുള്ള രീതിയിൽ 4 ഓപ്ഷൻസിലും 4 കർവുകൾ തരും. അതിൽ നിന്നും ചൂസ് ചെയ്യാനായിട്ട് ചിലപ്പോൾ നമ്മളോട് പറയും. അപ്പോൾ ആദ്യ നാളുകളിൽ കുട്ടി നന്നായി പഠിക്കുന്നുണ്ട്, പിന്നീട് കുട്ടി എന്ത് ചെയ്യാണ്? കൂട്ടുകൂടി പഠന നിലവാരം താഴത്തോട്ട് വരികയാണെങ്കിൽ അതേതാണ്? അത് കോൺവെക്സ് കർവാണ്. ഇനി പുതിയ ഒരു സ്കൂളിലേക്ക് കുട്ടി വരുന്നു, അവിടെ പുതിയ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കുട്ടിക്ക് ആദ്യം മനസ്സിലാവുന്നില്ല. പക്ഷെ പിന്നീട് കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നല്ല രീതിയിൽ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, കുട്ടി നന്നായി പഠിക്കുന്നുണ്ട്. അങ്ങനെ ഒരു രീതിയിലേക്കാണ് ക്വസ്റ്റ്യൻ പോകുന്നതെങ്കിൽ അതിൻ്റെ ഉത്തരം ഏതാണ് വരിക? കോൺകേവ് കർവാണ്, നദമധ്യാവക്രമാണ് അതിന് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ ആപ്ലിക്കേഷൻ ലെവൽ ചോദിച്ചു കഴിഞ്ഞാലും ഇനി കർവ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകതകളും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റണം. 4 തരത്തിലുള്ള കർവുകളെ പറ്റിയാണ് മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? സ്ട്രെയിറ്റ് ലൈൻ കർവ് വരുന്നുണ്ട്, കോൺകേവ് കർവ്, കോൺവെക്സ് കർവ്, മിക്സഡ് കർവ്. ഇനി ഇതുകൂടാതെ 1-2 കാര്യങ്ങളും കൂടെ നമുക്ക് ലേണിംഗ് കർവ് എന്ന് പറയുന്ന ഒരു പോർഷനിൽ നിന്നും നോക്കാനായിട്ടുണ്ട്. അതിലെ ഒരു കോൺസെപ്റ്റാണ് ലേണിംഗ് പ്ലാറ്റ്യൂ, അതല്ലെങ്കിൽ പഠന പീഠസ്ഥലി എന്ന് പറയുന്നത്. പഠന പീഠസ്ഥലി എന്ന് പറയുന്നത് പഠനവക്രം എക്സ് അക്ഷത്തിന് സമാന്തരമായ ഒരു രേഖാഖണ്ഡത്തിന്റെ രൂപത്തിൽ ആയിരിക്കുന്ന അവസ്ഥ. ഇവിടെ പ്രത്യേകിച്ച് എന്ത് സംഭവിക്കുന്നില്ല? പഠനത്തിൽ പുരോഗതി ഒന്നും തന്നെ നമുക്ക് കാണാൻ പറ്റില്ല. നിങ്ങൾ നോക്കൂ, ഒരു കർവ് അവിടെ തന്നിട്ടുണ്ട്. ആ കർവിൽ നമുക്കൊരു P1 കാണാൻ പറ്റുന്നുണ്ട്, P2 കാണാൻ പറ്റുന്നുണ്ട്. ഈ P1 P2 എന്താണ്? എക്സ് അക്ഷത്തിന് പാരലൽ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്, അല്ലേ? സമാന്തരമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ നോക്കൂ, കുട്ടിയുടെ പഠനത്തിൽ എന്ത് കാണാൻ പറ്റുന്നില്ല? നമുക്ക് ഒരു മാറ്റവും കാണാൻ പറ്റുന്നില്ല, അല്ലേ? ഉയർച്ചയും കാണാൻ പറ്റുന്നില്ല, താഴ്ചയും കാണാൻ പറ്റുന്നില്ല, ഒരേപോലെ അങ്ങോട്ട് പോയിരിക്കുകയാണ്. ഒരു പുരോഗതിയും ഇല്ലാത്ത അവസ്ഥേനെയാണ് നമ്മൾ പഠന പീഠസ്ഥലി എന്ന് പറയുന്നത്. എക്സ് അക്ഷത്തിന് സമാന്തരമായ ഒരു അവസ്ഥ കണ്ടോ? ഇതാണ് പഠന പീഠസ്ഥലി. അങ്ങനെ നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയായിരുന്നു. കുട്ടിക്ക് എന്ത് വരികയാണ്? ഒരു പനി വരുന്നു.
പനി വരുമ്പോൾ നമുക്കറിയാം അത്യാവശ്യം നല്ല രീതിയിൽ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകും, കുട്ടിക്ക് ക്ലാസ്സിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ കുട്ടിയുടെ പഠന വക്രം എങ്ങനെയായിരിക്കും? ഇത്തരത്തിൽ ഒരു പുരോഗതിയും ഇല്ലാതെയായിരിക്കും മുന്നോട്ട് പോവുക. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് പഠന പീഡസ്ഥലികൾ ഉണ്ടാവുന്നത്. ഇത്തരത്തിൽ എന്തെങ്കിലും അസുഖങ്ങൾ വരിക, അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും കാരണങ്ങൾ, ഇതൊക്കെ എന്തിന് കാരണമാകാം? പഠന പീഡസ്ഥലിക്ക് കാരണമാകാം. അപ്പോൾ പഠന പീഡസ്ഥലി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് എന്താണ്? അവിടെ പഠനത്തിൽ യാതൊരുവിധ പുരോഗതിയും സംഭവിക്കുന്നില്ല. കുറേ പഠിക്കുന്നുണ്ടെന്നോ കുറച്ച് പഠിക്കുന്നുണ്ടെന്നോ കൂടിയ നിലവാരമോ കുറഞ്ഞ നിലവാരമോ ഒന്നും കാണാൻ പറ്റില്ല. ഒരു വര അല്ലേ, എക്സ് അക്ഷത്തിന് സമാന്തരമായിട്ടുള്ള രീതിയിൽ അതിങ്ങനെ കടന്നു പോവുകയാണ് ചെയ്യുന്നത്. ഇനി പഠന പീഡസ്ഥലിക്കുള്ള കാരണങ്ങളുണ്ട്. ചിലപ്പോൾ നമുക്ക് ഫിസിക്കലായിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുന്നു, മോശമായിട്ടുള്ള കായിക സ്ഥിതി. ഫിസിക്കലായിട്ടുള്ള ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ഹിയറിംഗ് ഇമ്പയർമെൻറ്റോ അതല്ലെങ്കിൽ നമ്മുടെ കൈകാലുകൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ വരികയാണെങ്കിൽ നമ്മുടെ പഠനം എങ്ങനെയായിരിക്കും പോവാം? പ്രത്യേകിച്ച് അതിൽ ഒരു മാറ്റവും ഉണ്ടായിരിക്കില്ല. ഇനി നമുക്ക് മാനസികമായിട്ട് തകർന്നിരിക്കുന്ന സമയമാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല? പഠിക്കാനായിട്ട് പറ്റില്ല. എന്തെങ്കിലും രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ, ഇനി പ്രതികൂലമായിട്ടുള്ള ഒരു പരിസ്ഥിതി നമ്മുടെ ചുറ്റുപാടിൽ നിന്നായിക്കോട്ടെ അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്നായിക്കോട്ടെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ പഠനത്തിനോടുള്ളതെങ്കിൽ, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളാണ് നമുക്കുള്ളതെങ്കിൽ നമ്മുടെ പഠനം എങ്ങനെയായിരിക്കും? പ്രത്യേകിച്ച് അവിടെ ഒരു മാറ്റവും ഉണ്ടാവില്ല. ഇനി ശ്രദ്ധ വ്യതിചലനം. നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു, ആ കുട്ടിക്ക് എന്ത് ചെയ്യാണ്? പാരൻസ് ഒരു മൊബൈൽ ഫോൺ മേടിച്ചു കൊടുക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടിയുടെ ശ്രദ്ധ എങ്ങോട്ടേക്ക് പോകും? പഠനത്തിൽ നിന്നും മൊബൈൽ ഫോണിൻ്റെ ഉപയോഗത്തിലോട്ട് പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോഴും അവിടെ എന്തിനുള്ള കാരണമാവുന്നുണ്ട്? അത് പഠന പീഡസ്ഥലിക്കുള്ള കാരണമാവുന്നുണ്ട്. ഇനി കോംപ്ലക്സ് ആയിട്ടുള്ളൊരു പ്രവർത്തനമാണ് നമ്മൾ കുട്ടിക്ക് കൊടുക്കുന്നതെങ്കിൽ കുട്ടിക്ക് എന്താണ്? ചിലപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും കുട്ടിക്ക് എന്ത് തോന്നുകയാണ്? ആ ഒരു പ്രവർത്തനത്തിൽ ഒരു മടുപ്പ് തോന്നും. കുട്ടി എന്ത് ചെയ്യും? പഠനം അവിടെ അതല്ലെങ്കിൽ ആ പ്രവർത്തനം അവിടെ ഉപേക്ഷിക്കും. ഇതും പഠന പീഡസ്ഥലിക്ക് കാരണമാകാം. തെറ്റായ പരിശീലന ശൈലി അല്ലേ? നമ്മൾ ആസ് എ ടീച്ചർ എന്ന നിലയിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ കുട്ടികളിലേക്ക് കൊടുക്കുക എന്നതിലുപരി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അവർക്ക് പഠിക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ തെറ്റായ രീതിയിലാണ് കുട്ടിക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ അത് അവരുടെ പഠനത്തിൽ പീഡസ്ഥലികൾ ഉണ്ടാക്കിയേക്കാം. ഓക്കെ. ഇനി പ്രവർത്തനത്തിൻ്റെ ഒരംശത്തിന് നൽകുന്ന അമിത ശ്രദ്ധ. ഒരു പ്രത്യേക കാര്യത്തിന് മാത്രമാണ് കുട്ടി ശ്രദ്ധ കൊടുക്കുന്നതെങ്കിൽ ബാക്കിയുള്ള മേഖലകളിൽ എങ്ങനെയായിരിക്കും കുട്ടിയുടെ പഠന പുരോഗതി പോവുക? ഒരു പുരോഗതി ഇല്ലാത്ത ഒരു അവസ്ഥയായിരിക്കും അല്ലേ? ഇപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് മാത്രമാണ് പഠിക്കാൻ ഇഷ്ടം, ഞാൻ ഇംഗ്ലീഷ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ ബാക്കിയുള്ള സബ്ജക്റ്റിൻ്റെ ലേണിംഗ് കർവൊക്കെ എങ്ങനെയായിരിക്കും? ഈ ലേണിംഗ് പ്ലാറ്റ്യൂ അതിൽ കാണാനായിട്ട് പറ്റും. ഇനി താല്പര്യമില്ലായ്മ, അഭിപ്രേരണയുടെ അഭാവം, ഇതൊക്കെ എന്തിന് കാരണമാവുന്നുണ്ട്? പഠന പീഡസ്ഥലിക്ക് കാരണമാവുന്നുണ്ട്. പഠന പീഡസ്ഥലി എന്ന് പറയുന്നത് പഠനത്തിൽ യാതൊരു പുരോഗതിയും ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ നമുക്കിങ്ങനെ കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തറിയാൻ പറ്റും? ഏതൊക്കെ സാഹചര്യത്തിലാണ് കുട്ടിയുടെ പഠനത്തിൽ മാറ്റമില്ലാതെ തുടരുക? ആ കോൺസെപ്റ്റ് ആലോചിച്ചു കഴിഞ്ഞാൽ ഈ കാരണങ്ങൾ നമുക്ക് കിട്ടും. കാരണം ഈ ഭാഗത്ത് നിന്നും പെഡഗോജി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ലേണിംഗ് കർവുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട മറ്റൊരു കോൺസെപ്റ്റാണ് സ്പർട്ടുകളുടെ കാലഘട്ടം. സ്പർട്ടുകളുടെ കാലഘട്ടം ഇത് പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. സ്പർട്ടുകളുടെ കാലഘട്ടം അതല്ലെങ്കിൽ ഏറ്റക്കുറച്ചിലുകളുടെ കാലഘട്ടം, ചെറുകുന്നുകളുടെ കാലഘട്ടം. സ്പർട്ടുകളുടെ കാലഘട്ടം, ചെറുകുന്നുകളുടെ കാലഘട്ടം, ഏറ്റക്കുറച്ചിലുകളുടെ കാലഘട്ടം, മൂന്നും എന്ത് തന്നെയാണ്? ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. ഇവിടെ എന്താണ് ഈ സ്പർട്ടുകളുടെ കാലഘട്ടം എന്ന് പറയുന്നത്? രോഗം, താല്പര്യമില്ലായ്മ തുടങ്ങി വിവിധ പ്രശ്നങ്ങൾ കാരണം പഠന പുരോഗതിയിൽ ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുന്നത്. പഠന പുരോഗതിയിൽ ഒരു മാറ്റവും ഇല്ലാതെ തുടരുന്ന അവസ്ഥയാണ് പഠന പീഡസ്ഥിതിയായിട്ട് നമ്മൾ പറഞ്ഞതെങ്കിൽ ഇവിടെ നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നത്? ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഏറ്റക്കുറച്ചിലുകളാണ്. അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു കുട്ടി, അപ്പോൾ കുട്ടിയുടെ പഠന നിലവാരം എങ്ങനെയാണ്? നല്ല രീതിയിൽ പ്രോഗ്രസീവായ രീതിയിൽ ഉയർന്നു പോകുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? കുട്ടിക്ക് ഒരു പനി വരുന്നു. അത്യാവശ്യം നല്ല പനിയാണ്, കുട്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നു, ക്ലാസ്സിലേക്ക് പോകാൻ പറ്റുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല. പഠന നിലവാരം എങ്ങോട്ടേക്ക് വന്നു? താഴത്തോട്ട് വന്നു.
ഇനി ഇങ്ങനെ താഴത്തോട്ട് വന്നിരിക്കുന്ന സമയത്ത് കുട്ടിക്ക് പനിയൊക്കെ മാറി അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ല, കുട്ടി ക്ലാസ്സിലേക്ക് തിരിച്ചെത്തി. കുട്ടി ഇല്ലാത്ത സമയത്ത് കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്തു, നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്തു. കുട്ടി നല്ല രീതിയിൽ എന്ത് ചെയ്യാണ്, പഠിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടിയുടെ പഠനകാലം പിന്നെ എങ്ങോട്ടേക്ക് പോവാണ്, മുകളിലോട്ട് പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുട്ടിക്ക് എന്ത് സംഭവിക്കുകയാണ്, കുട്ടിയുടെ വീട്ടിൽ ഒരു മരണം സംഭവിക്കുന്നു. അത്രയും അടുത്ത ഒരാളുടെ മരണം സംഭവിക്കുന്നു. കുട്ടിക്ക് പിന്നെയും ക്ലാസ്സിലേക്ക് വരാൻ പറ്റുന്നില്ല, കുറേ ആബ്സെൻ്റ് ആയി, കുറേ നോട്ട്സൊക്കെ മിസ്സായി പോയി. അപ്പോൾ കുട്ടിയുടെ പഠന നിലവാരം പിന്നെയും എങ്ങോട്ടേക്ക് വന്നു, താഴത്തോട്ട് വന്നു. അങ്ങനെ മരണവും അതിൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് പിന്നെയും സ്കൂളിലേക്ക് വരാൻ തുടങ്ങി, നന്നായി പഠിച്ചു. പിന്നെയും എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് കുട്ടി ക്ലാസ്സിലേക്ക് വരുന്നില്ല, പഠിക്കുന്നില്ല. ഇത്തരത്തിൽ പഠനവക്രത്തിലെ ഏറ്റക്കുറച്ചിലുകൾ കാണുന്ന കാലഘട്ടത്തിനെയാണ് നമ്മൾ എന്തായിട്ട് വിളിക്കുന്നത്, സ്പർട്ടുകളുടെ കാലഘട്ടം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു കർവ് കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലാവുന്നുണ്ട്, ചെറു കുന്നുകളുടെ പോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അല്ലേ ഏറ്റക്കുറച്ചിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ചെറുകുന്നുകളുടെ കാലഘട്ടം എന്ന് ഈ ഒരു കോൺസെപ്റ്റിനെ വിളിക്കുന്നത്. കാര്യം കിട്ടിയല്ലോ, ഏറ്റക്കുറച്ചിലുകൾ വരുന്നത് സ്പർട്ടുകളുടെ കാലഘട്ടത്തിലാണ്. ഇനി ഒരേ നിലവാരത്തിൽ അതല്ലെങ്കിൽ പഠന പുരോഗതിയിൽ ഒരു മാറ്റവുമില്ല, ഒരു ഏറ്റക്കുറച്ചിലോ കാണാൻ പറ്റാത്തതാണ് പഠന പീഠസ്ഥലി. രണ്ടും തമ്മിലുള്ള വ്യത്യാസം നല്ലപോലെ നിങ്ങൾ മനസ്സിലാക്കുക. കാരണം എക്സാം ഹാളിൽ പോയിരിക്കുമ്പോഴാണ് നമുക്കിത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നത്. അപ്പോൾ നല്ല രീതിയിൽ മനസ്സിലാക്കുക. പഠന പീഠസ്ഥലി എന്ന് പറയുമ്പോൾ അവിടെ പഠനത്തിൽ യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും വരുന്നില്ല, പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളുമില്ല, നെഗറ്റീവായിട്ടുള്ള മാറ്റങ്ങളുമില്ല. ഇനി ഏറ്റക്കുറച്ചിലുകൾ വരുന്നത് സ്പർട്ടുകളുടെ കാലഘട്ടത്തിലാണ്, ചെറുകുന്നുകൾ പഠനവക്രത്തിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ കുട്ടി എന്താണ്, ചിലപ്പോൾ നന്നായി പഠിക്കുന്നുണ്ട്, ചിലപ്പോൾ പഠനനിലം താഴത്തോട്ട് വരുന്നു, പിന്നെയും കുറച്ച് കഴിഞ്ഞ് പഠനനിലം മുകളിലോട്ട് പോകുന്നു, പിന്നെ താഴത്തോട്ട് വരുന്നു. ഇത്തരത്തിൽ ഇങ്ങനെ കയറിയും ഇറങ്ങിയും കാണാൻ പറ്റുന്നത് സ്പർട്ടുകളുടെ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് പഠനവക്രം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നമുക്ക് മെയിനായിട്ടും ശ്രദ്ധിക്കാനുള്ളത്. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സ്ഥിരമായിട്ട് നമ്മുടെ കേട്ടറ്റ് എക്സാമിനാണെങ്കിലും HSC എക്സാമുകൾക്കും ടീച്ചിങ് എക്സാമുകൾക്കും ഒക്കെ പഠിക്കാനായിട്ടുള്ള നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ലേണിംഗ് കർവ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികൾ വ്യത്യസ്തരാണ്, അവർ വ്യത്യസ്ത രീതിയിലാണ് പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാവുമ്പോൾ അവരുടെ പഠനവക്രങ്ങളെക്കുറിച്ച് ആർക്കറിയണം, ആസ് എ ടീച്ചർ എന്ന നിലയിൽ നമ്മൾ അറിയണം. അപ്പോൾ 4 തരത്തിലുള്ള പഠനവക്രമാണ് വരുന്നത്. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, ഋജുരേഖാവക്രം, നഖമധ്യാവക്രം, ഉന്മധ്യാവക്രം, സമ്മിശ്രവക്രം. അതുകൂടാതെ നമ്മൾ പഠന പീഠസ്ഥലി എന്താണെന്ന് നോക്കി, അതിനുശേഷം എന്താണ് സ്പർട്ടുകളുടെ കാലഘട്ടം എന്നും നമ്മൾ നോക്കി. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഏതെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്കൊരു ക്ലാസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കമൻ്റ് ആയിട്ട് കൊടുക്കുക. നല്ല രീതിയിൽ ഇനി വരാൻ പോകുന്ന കേട്ടറ്റ് എക്സാമിന് വേണ്ടിയിട്ടും HSC എക്സാമുകൾക്ക് വേണ്ടിയിട്ടും നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് നടക്കട്ടെ. ഉറപ്പായിട്ടും ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ഒരു ജോലി അല്ലേ, ഒരു സർക്കാർ വിദ്യാലയത്തിൽ ഒരു അധ്യാപിക എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും വലിയൊരു സ്വപ്നത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, വിടാതെ തുടരുക, നല്ല രീതിയിൽ പഠിക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യരുത്, നമുക്കുള്ള ആ ഒരു തീ അല്ലേ, നമുക്ക് അങ്ങോട്ടേക്ക് എത്തിച്ചേരണം എന്നുള്ളൊരു തീ ഉണ്ട്. ആ തീ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ആളി കത്തിക്കുക. അടുത്തൊരു ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്കിനിയും കാണാം. താങ്ക് യു.